അതിനുവേണ്ടി ഇവൾ അബദ്ധത്തിൽ മണ്ണിൽ കുഴിച്ചിട്ട ഒരു ലാൻഡ് മെയിൽ ചവിട്ടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ മരവിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു പട്ടാളക്കാരൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അവൾ സഹായം ആവശ്യപ്പെട്ടതിന് ശേഷം പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. അവന്റെ കണ്ണാട ഊരി മാറ്റി അവളുടെ ഐഡന്റിറ്റി നോക്കുമ്പോഴാണ് അവൾ റിപ്പോർട്ടറാണെന്ന് മനസ്സിലായത്. അവളാണെങ്കിൽ ഭയന്ന് വിറച്ചു നിൽക്കുകയായിരിക്കും. അവൾ എത്രമാത്രം ഭയപ്പെട്ടാണ് നിൽക്കുന്നത് അറിഞ്ഞ ഹീറോ ഞാൻ സേഫാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ബോംബിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവളാണെങ്കിൽ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. അവൾ വീഴാനായി പോയാൽ അവളെ രക്ഷിക്കാൻ ശ്രമിച്ച അവനും മരിക്കും. 8 മിനിറ്റ് മാത്രമേ ബോംബ് പൊട്ടാൻ ബാക്കി നിൽക്കൂ. ഹീറോ അവളെ നോക്കുമ്പോൾ അവൾ ഹീറോയെ തന്നെ ആയിരിക്കും നോക്കി നിൽക്കുക. ഇത്രയും ദയുള്ള ഒരാൾ തന്നോടൊപ്പം മരിക്കുന്നത് അവൾ ആഗ്രഹിച്ചില്ല. സോ അവൾ ഹീറോയോട് വേഗം പോകാനായി പറഞ്ഞു. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹീറോ അവളെ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പ് നൽകി. ഹീറോയുടെ കണ്ണിലെ ദൃഢനിശ്ചയം കണ്ട് അവൾ വിശ്വസിക്കാനായി തീരുമാനിച്ചു. അവൾ കാൽ പയ്യെ ഉയർത്താൻ തുടങ്ങി. വേഗം ഓടണമെന്ന് ഹീറോ ധൈര്യം നൽകി. കൗണ്ട് ഡൗൺ അവസാനിപ്പിച്ചപ്പോൾ അവളുടെ കൈയും പിടിച്ച് അവൻ ഓടുകയാണ്. ആ നിമിഷത്തിലായിരിക്കും ബോംബ് പൊട്ടിത്തെറിച്ചത്. അവൾക്കൊരു പരിക്കും ഏൽക്കാത്ത രീതിയിൽ അവന്റെ ശരീരം കൊണ്ട് അവളെ സംരക്ഷിച്ചു. ഭാഗ്യവശാൽ ഇരുവർക്കും പരിക്കൊന്നും ഏൽക്കില്ല. ശേഷം 2 പേരും എഴുന്നേൽക്കുമ്പോൾ ഹീറോയുടെ കയ്യിൽ കെട്ടിയിരുന്ന ചുവന്ന ചരട് അവളുടെ ബാഗിൽ കൊടുങ്ങുകയാണ്. അവൾക്ക് ഹീറോയോട് താങ്ക്സ് പറയണമെന്നുണ്ടായി, പക്ഷെ സമയം കിട്ടില്ല. അതിനു മുന്നേ ഹീറോയെ മറ്റ് കമാൻഡേഴ്സ്മാർ വിളിച്ചു കൊണ്ടുപോയി. സോ അവളുടെ പക്കലിലുണ്ടായി ക്യാമറ എടുത്ത് ഹീറോ അറിയാതെ ഫോട്ടോ എടുത്തു. ശേഷം അവൾ പോകാൻ നിൽക്കുമ്പോഴാണ് അന്ന് അബദ്ധത്തിൽ അവളുടെ ബാഗിൽ കുടുങ്ങിയ ഹീറോയുടെ ചുവന്ന ചരട് കാണുന്നത്. എങ്ങനെ കൊടുക്കും എന്നൊരു ഐഡിയ പോലും അവൾക്കില്ല. വണ്ടി ഏകദേശം പുറപ്പെടാറായി. വാഹനം നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവൾ ഒടുവിൽ ഹീറോയെ കാണുന്നത്. അവനത് കൊടുക്കാൻ വിളിച്ചപ്പോൾ അവൾ യാത്ര പറയുകയാണെന്ന് കരുതി അവന് കൈ വീശി. അപ്പോഴാണ് അവളുടെ കയ്യിൽ ചുവന്ന ചരട് കാണുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ചുവന്ന ചരടാണോ എന്ന് നോക്കുമ്പോൾ അത് അവന്റെ ആയിരിക്കുമെന്ന് മനസ്സിലാവുകയാണ്.